എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള വേക്കൻസി ലിസ്റ്റ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ചൊവ്വാഴ്ച ഉച്ച മുതൽ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വരുന്ന ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്കൂൾ മാറാം, കോഴ്സ് മാറാം, അതുപോലെ ആവശ്യമുള്ളവർക്ക് ജില്ല കൂടി മാറാവുന്നതാണ്. അതായത് ജില്ല മാറിയിട്ട് മറ്റൊരു സ്കൂളിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള മറ്റൊരു സ്കൂളിലെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിൽ ഓപ്ഷൻ നൽകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആർക്കൊക്കെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും, അതുപോലെ തന്നെ ആരൊക്കെ അപേക്ഷ നൽകണം എന്നിങ്ങനെയുള്ള നിങ്ങളുടെ ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സംശയങ്ങളും ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആരൊക്കെ അപേക്ഷിക്കണം എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്കിപ്പോൾ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ നിന്നും മറ്റൊരു കോഴ്സിലേക്കോ, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്കോ, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറ്റൊരു ജില്ലയിലേക്കോ ആണ് മാറേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ആ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫറിന് അപേക്ഷിച്ച ശേഷമായിരിക്കും എനിക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കേണ്ടായിരുന്നു, ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു കോഴ്സ് മതിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കാറുള്ളത്. കാരണം ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സമയത്ത് തന്നെ വിദ്യാർത്ഥികളോട് ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പല വിദ്യാർത്ഥികളും ഓപ്ഷൻ നൽകുകയും അതുപോലെ അവർക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സിലൊക്കെ ട്രാൻസ്ഫർ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് അതേ രീതിയിൽ തന്നെ ആ ഒരു വിദ്യാർത്ഥി നൽകിയിട്ടുള്ള ആ ഒരു കോഴ്സിൻ്റെ കോഡ് മാറിപ്പോയത് കൊണ്ട് തന്നെ മറ്റൊരു കോഴ്സിലേക്കായിരുന്നു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതുപോലെ രക്ഷിതാക്കളും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ആ ഒരു അപേക്ഷ ഡിലീറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനോ, അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനോ പറ്റുന്നതല്ല. അതുപോലെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാലും ഇതേ രീതിയിൽ തന്നെയാണ് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് ആ ഒരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്കോ, അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലേക്കോ നിങ്ങൾ ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു സ്കൂളിൽ ട്രാൻസ്ഫർ കിട്ടുകയാണെങ്കിൽ ഇവിടേക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സീറ്റ് ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പായിട്ട് ഈ ഒരു ട്രാൻസ്ഫറിന് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ടോ, അതുപോലെ തന്നെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാറുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ചിന്തിക്കുക. കാരണം പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കൂളോ അല്ലെങ്കിൽ കോഴ്സോ ഒക്കെ മാറിപ്പോവാറുണ്ട്. അതായത് സ്കൂളിൻ്റെ കോഡോ അല്ലെങ്കിൽ കോഴ്സ് നൽകുന്ന സമയത്ത് കോഴ്സോ മാറിപ്പോവാറുണ്ട്. പല വിദ്യാർത്ഥികളും അത് കൺഫർമേഷൻ ചെയ്ത ശേഷമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ, ഈ ഒരു തെറ്റുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാറുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വിദ്യാർത്ഥികളായാലും രക്ഷിതാക്കളായാലും ഈ ഒരു അപേക്ഷ നൽകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് അതല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഈ ഒരു ഇഷ്ടപ്പെട്ട കോഴ്സിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ ആണ് ഓപ്ഷൻ വെച്ചിട്ടുള്ളത് എന്നുള്ളതും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോഴ്സിലേക്ക് മാറും എന്ന് ഉറപ്പുണ്ട് എങ്കിൽ മാത്രമാണ് ഈ ഒരു ട്രാൻസ്ഫറിന് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ പാടുള്ളൂ. കാരണം ട്രാൻസ്ഫർ കിട്ടിയാൽ അത് ക്യാൻസൽ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ അതുപോലെ ഇനിയൊരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവുകയോ ഇല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ വെക്കും മുമ്പായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളിലേക്കോ കോഴ്സിലേക്കോ തന്നെയല്ലേ ഓപ്ഷൻ വെക്കുന്നത്. അതുപോലെ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് തന്നെ അത് മാറിപ്പോയിട്ടില്ലല്ലോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യം തന്നെ ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് നിങ്ങൾ ട്രാൻസ്ഫറിന് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു ലിസ്റ്റ് ഒരു പ്രയോറിറ്റി ബേസിൽ തയ്യാറാക്കി വയ്ക്കുക. കാരണം വേക്കൻസി ഇല്ലെങ്കിലും വേക്കൻസി ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് ആ ഒരു സ്കൂളുകളിലൊക്കെ ഓപ്ഷനുകൾ നൽകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കാരണം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാൻ കാരണം എന്ന് പറയുന്നത്, പല വിദ്യാർത്ഥികളും ഓപ്ഷൻ വെക്കുന്ന സമയത്ത്, ഓപ്ഷൻ നൽകുന്ന സമയത്ത് അത് മാറിപ്പോവാറുണ്ട്. അതായത് ഈ ഒരു ഓപ്ഷൻ്റെ നമ്പറോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ കോഡോ ഒക്കെ മാറിപ്പോവാറുണ്ട്. ഈ ഒരു രീതിയിൽ മാറ്റം വരുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ കിട്ടുന്ന സമയത്ത് കിട്ടുന്ന കോഴ്സും അതുപോലെ തന്നെ സ്കൂളും മാറ്റമായിരിക്കും. പിന്നീട് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ഇനി മൂന്നാമതായിട്ടൊരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ മാത്രമേ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാവൂ. ഇനി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യം തന്നെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണ് അല്ലെങ്കിൽ മറ്റൊരു ജില്ല വേണമെങ്കിൽ ആ ഒരു ജില്ലയിലേക്ക് ഏതൊരു രീതിയിലാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടേണ്ടത് ആ ഒരു രീതിയിൽ പ്രയോറിറ്റി ബേസിൽ ഒരു പേപ്പറിൽ കറക്റ്റായിട്ട് സ്കൂളിൻ്റെ കോഡും പേരും അതുപോലെ തന്നെ ഏത് കോഴ്സിലാണ് വേണ്ടത് ആ ഒരു കോഴ്സിൻ്റെ പേരും കോഡും കറക്റ്റായിട്ട് എഴുതി വെക്കുക. ഇങ്ങനെ എഴുതി വെക്കാൻ പറയുന്നതിന് കാരണം, നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് അത് മാറിപ്പോവരുത് എന്നുള്ളത് കൊണ്ടാണ്. അതായത് ഓപ്ഷൻ്റെ നമ്പറോ അല്ലെങ്കിൽ അത് ഓപ്ഷൻ നമ്പറിലെ
കോഴ്സിൻ്റെ കോഡോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ കോഡോ മാറിപ്പോവാനായിട്ട് പാടില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളോട് ഈ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നത്. ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം. അതായത് നിങ്ങൾക്ക് ഈ ഒരു മെറിറ്റ് കോട്ടയിലും അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലും ഒന്നാമത്തെ ഓപ്ഷൻ ഉൾപ്പെടെ അലോട്ട്മെൻറ്റ് ലഭിച്ച, അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അതുപോലെ ഫസ്റ്റ് സപ്ലിമെൻ്ററി, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിൽ ഏതൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിക്കും ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ ഇതുവരെയുള്ള, അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിലും അത് ഫസ്റ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അതുപോലെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് ലഭിച്ച, അതായത് ഇതുവരെ സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടിയിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു സെക്കൻഡ് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്, അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട എന്നിവയിലുള്ളവർക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത്. സാധാരണഗതിയിൽ ഈ ഒരു ഹയർ സെക്കൻഡറി കമ്മ്യൂണിറ്റി കോട്ടയിലോ അല്ലെങ്കിൽ മെറിറ്റ് കോട്ടയിലല്ല, ഈ ഒരു മാനേജ്മെൻറ്റ് കോട്ടയിലോ ആണ്, അതായത് കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെൻറ്റ് കോട്ടയിലോ ആണ് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ ലഭിക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സാധാരണഗതിയിൽ ട്രാൻസ്ഫറിന് അപേക്ഷ നൽകാനായിട്ട് ട്രാൻസ്ഫറിന് അവസരം നൽകാറില്ല. അപ്പോൾ ഇത്തവണ അതിൽ മാറ്റം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇനി എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ വന്നു കഴിഞ്ഞാൽ അപേക്ഷിക്കുക എന്നുള്ളത് നോക്കാം. നിങ്ങൾക്ക് വാക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്ക് കൂടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കാരണം ഒരു വിദ്യാർത്ഥി ഒരു സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോകുന്ന സമയത്ത് അവിടെ വാക്കൻസി ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന വാക്കൻസി വരികയാണെങ്കിൽ നിങ്ങളെ അതിലേക്ക് പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്ക് കൂടി നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കാൻ സാധിക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റിൽ വാക്കൻസി ലിസ്റ്റ്, അതായത് സ്കൂൾ വൈസ് വാക്കൻസീസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ലയിലെ ഓരോ സ്കൂളിലെയും വേക്കൻസി ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അതിൽ നൽകിയിട്ടുണ്ടാകും. അതിൽ വേക്കൻസി ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ട്രാൻസ്ഫറിനുള്ള ഓപ്ഷനുകൾ നൽകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിലേക്കാണ് നിങ്ങൾ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത്, അത് ഒരു സ്കൂൾ ആയിരുന്നാൽ കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാവുന്നതാണ്. അത് ഇത്ര 10 ഓപ്ഷൻ വേണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഒറ്റൊരു ഓപ്ഷൻ ആണെങ്കിൽ ഒറ്റൊരു ഓപ്ഷൻ നൽകാവുന്നതാണ്. ഇനി എങ്ങനെ ഈ ഒരു അപേക്ഷ നൽകാം എന്നുള്ള കാര്യം നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ വേക്കൻസി ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ ജില്ല എന്നിവ നൽകിയ ശേഷം നിങ്ങൾ ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഒരു അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു മൊബൈൽ നമ്പർ, അതായത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള, അതായത് നിങ്ങളുടെ പേര് ആദ്യം നൽകണം. അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു +1 ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ SSLC രജിസ്റ്റർ നമ്പർ, അതുപോലെ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു അഡ്മിഷൻ നേടിയ സ്കൂളിൻ്റെ കോഡ്, അതുപോലെ തന്നെ കോഡ് നൽകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്കൂളിൻ്റെ പേര് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഒക്കെ ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ഏത് കോമ്പിനേഷനിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് ഇത്രയും നൽകിയ ശേഷം പിന്നീട് അടുത്തതായിട്ട് നിങ്ങൾക്ക് പിന്നീട് ഓപ്ഷൻ നൽകാനുള്ള പേജാണ് വരിക. ഇവിടെ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ എത്രാമതായിട്ടാണ്, ഫസ്റ്റ് ആണോ ലാസ്റ്റ് ആണോ വേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ സ്കൂളിൻ്റെ കോഡ് നൽകണം. സ്കൂളിൻ്റെ കോഡ് നൽകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡീറ്റെയിൽസ് വരും. അതിനുശേഷം നിങ്ങൾക്ക് ഏത് കോഴ്സിലേക്കാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആഡ്, അതുപോലെ തന്നെ ക്യാൻസൽ അല്ലെങ്കിൽ റീസെറ്റ് ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഓപ്ഷൻ ആഡ് ചെയ്യണോ ഇതേ രീതിയിൽ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം അത് ഓട്ടോമാറ്റിക്കലി താഴെ ലിസ്റ്റഡ് ആയിട്ട് പോയിട്ട് ആഡ് ആവും. അതിനുശേഷം അടുത്ത ഓപ്ഷനും ഇതേ രീതിയിൽ തന്നെ അവിടെ നൽകുക. അതിനുശേഷം ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആഡ് ആവും. അതിനുശേഷം അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട സ്കൂളിൻ്റെ കോഡ് നൽകുന്നു. അതുപോലെ തന്നെ ഏത് കോഴ്സിലേക്കാണ് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വയ്ക്കുന്നത് അത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ആഡ് ചെയ്യുന്നു. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി താഴെയായിട്ട് നിങ്ങൾക്ക് അത് സീരിയൽ നമ്പർ, അതുപോലെ തന്നെ സ്കൂളിൻ്റെ കോഡ്, അതുപോലെ തന്നെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അത് സ്കൂളിൻ്റെ കോഡും ഡീറ്റെയിൽസും അതുപോലെ തന്നെ കോഴ്സിൻ്റെ കോഡും ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതിൽ ലിസ്റ്റഡ് ആയിട്ട് വന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ലിസ്റ്റിന് ശേഷം ഏറ്റവും അടിയിലായിട്ട് ഇതുപോലെ ഒരു ഡിക്ലറേഷൻ ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസിൻ്റെ സ്കൂളിൻ്റെ കോഡോ അല്ലെങ്കിൽ സ്കൂളിൻ്റെ പേരോ അല്ലെങ്കിൽ കോഴ്സ് നൽകിയത് കോഴ്സിൻ്റെ കോഡോ മാറിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഉറപ്പുവരുത്തുക. കാരണം പല വിദ്യാർത്ഥികളും ഓപ്ഷൻ നൽകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ
കാര്യങ്ങളൊക്കെ ഓപ്ഷൻസ് മാറിപ്പോവാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ നൽകി കൺഫേം ചെയ്യും മുമ്പായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എവിടെയും നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസ് മാറിപ്പോയിട്ടില്ലല്ലോ എന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം മാറിപ്പോയിട്ട് നിങ്ങൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ 2 തവണ ചെക്ക് ചെയ്ത് എവിടെയും തെറ്റില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം കൺഫർമേഷൻ്റെ ആയിട്ടുള്ള ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ കാണാൻ സാധിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടി വീണ്ടും ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് പിന്നീട് ആ ഒരു ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഫൈനൽ കൺഫർമേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ ക്ലിക്ക് ചെയ്യുന്നതോടെ നിങ്ങളുടെ ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. പിന്നീട് എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ അതുപോലെ മോഡിഫിക്കേഷൻ ചെയ്യാനോ ഒന്നും സാധിക്കുന്നതല്ല. അതിനുശേഷം വിദ്യാർത്ഥി നിങ്ങളുടെ ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതായത് ഡൗൺലോഡ് ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാം, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ട്രാൻസ്ഫറിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുക. അതിനുശേഷം ട്രാൻസ്ഫറിൻ്റെ ഈ ഒരു റിസൾട്ട് ഏകദേശം ഈ ഒരു അപേക്ഷ കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ടാമത്തെ ദിവസത്തോടെ വരുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിലോ സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ തന്നെ തുടർന്നും പഠിക്കാവുന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു സ്കൂളിൽ നിന്നും നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലെ സെയിം കോഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലേക്കോ ആണ് നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സ്കൂളിൽ തുടർന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് പോകുമെന്ന് പേടിക്കേണ്ടതില്ല. പക്ഷേങ്കിൽ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന ഓപ്ഷനുകൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക്, അതായത് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകളായിരിക്കണം ട്രാൻസ്ഫറിനായിട്ടുള്ള ഓപ്ഷനായിട്ട് നൽകേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.